ഹലോ ഗൈസ്, വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. നമ്മുടെ എല്ലാ വീക്കിലും കഴിഞ്ഞ വീക്കിൽ മാർക്കറ്റിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചും ഇനി അടുത്ത വീക്കിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ചെയ്യാറുണ്ട്. സോ അതിന്റെ തുടർച്ച തന്നെയാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷനുകൾ, ട്രേഡ് ചെയ്യുന്നവരായാലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവരൊക്കെ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷനുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പറയാനുള്ളത്, മാർക്കറ്റിൽ ഒരു ഷാർപ്പ് സെല്ലിങ്ങിന് ശേഷം ഫ്രൈഡേ, അതായത് കഴിഞ്ഞ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനായ ഫ്രൈഡേയിൽ നല്ലൊരു റിക്കവറി തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ആയത്. അതായത് ബുൾസ് ഒരു സ്ട്രോങ്ലി കംബാക്ക് വന്ന ഒരു വീക്കെൻഡാണ് നമുക്ക് കഴിഞ്ഞ വീക്കിൽ കാണാൻ പറ്റിയത്. പ്രധാനമായിട്ടും നിഫ്റ്റി 374 പോയിന്റ്സ് ഈ വീക്കിലി ടോട്ടലി റിക്കവറി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1.6% റിക്കവറിയാണ് നമുക്ക് തന്നത്. സോ നമ്മുടെ കഴിഞ്ഞ വീക്കിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ഓൾ ടൈം ഹൈ എന്ന് മാർക്കറ്റ് ഒരു ഷാർപ്പ് സെല്ലിങ് തന്നിട്ട് ഒരു 23,300 വരെ മാർക്കറ്റ് ഒരു സെല്ലിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 26,000 മുകളിൽ നിന്നാണ് 23,350 മാർക്കറ്റ് വീണത്. സോ ഇതിന് വീഴാനുള്ള കാരണം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഒന്ന്, FIIയുടെ സെല്ലിംഗ് ആണ്. രണ്ടാമത്, മാർക്കറ്റിൽ കോർപ്പറേറ്റ് റിസൾട്ട്, അതായത് കമ്പനികളുടെ റിസൾട്ട് ഒക്കെ വളരെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിരുന്നില്ല വന്നിരുന്നത്. സോ അതൊരു റീസണാണ്. പിന്നെ അതുകൂടാതെയാണ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു. പിന്നെ അതുപോലെ ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുറഞ്ഞു. അങ്ങനെ കുറെ കാരണങ്ങൾ കൊണ്ടുതന്നെ മാർക്കറ്റ് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിവേ, മാർക്കറ്റ് ഇപ്പൊ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഫസ്റ്റ് ഒരു റിക്കവറി നമുക്ക് കാണിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്, അടുത്ത വീക്കിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇലക്ഷൻ റിസൾട്ട് വന്നു. വളരെയധികം എക്സ്പെക്ടേഷനോടെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഇലക്ഷൻ ആയിരുന്നു മഹാരാഷ്ട്ര ഇലക്ഷൻ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇലക്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഗവൺമെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. സോ നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പിൽ മെജോറിറ്റി കിട്ടാതെയാണ് അവർ ഭരണത്തിലേക്ക്, അതായത് പലരുടെയും സപ്പോർട്ടോടെയാണ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മാർക്കറ്റിലും ആ പഴയ ഒരു, അതായത് ഗവൺമെന്റിന്റെ പല പോളിസികളിലും മാർക്കറ്റിന് ഒരു എന്താ പറയാ, അതിൻ്റെതായ ഒരു ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റും അതിനനുസരിച്ചാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ എനിവേ, ഈ ഒരു ഇലക്ഷന്റെ വിജയം തീർച്ചയായിട്ടും ഗവൺമെന്റിന് നല്ലൊരു സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് അത് ഒരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സലിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, അടുത്ത ഒരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അടുത്ത വീക്കിലേക്ക് മഹാരാഷ്ട്ര ഇലക്ഷൻ ഒരു പോസിറ്റീവാണ്. അതുകൂടാതെ കഴിഞ്ഞ മാസം നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് വളരെയധികം കുറവായിരുന്നു. അതായത് പല കോർപ്പറേറ്റ് കമ്പനികളും ഗവൺമെന്റിനെ എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവരുടെ സെയിലൊക്കെ നടക്കാറുള്ളത്. സോ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞതോടെ ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് റഷ്യ യുക്രൈൻ വാറാണ്. അത് ഏത് രീതിയിലേക്ക് മാറും എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. കാരണം പലപ്പോഴും പുടിൻ വളരെയധികം സ്ട്രോങ് ആയിട്ട് ന്യൂക്ലിയർ വാർ വരെ അല്ലെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് വരെ പറഞ്ഞു നടക്കുന്നുണ്ട്. സോ അതൊരു നെഗറ്റീവായിട്ട് മാർക്കറ്റിനെ, ഇൻ കേസ് എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ ഓയിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വരുമ്പോൾ അത് മാർക്കറ്റിനെ എഫക്ട് ചെയ്യാനുള്ള പോസിബിൾ. എനിവേ, ഇപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രശ്നം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ അടുത്തത് FIIയുടെ സെല്ലിംഗ് ആണ്. അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു ഇലക്ഷന് ശേഷം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് അടുത്ത വീക്കിൽ അവരുടെ സെല്ലിംഗ് സൈഡിൽ നിന്ന് മാറിയിട്ട് ബൈങ്ങിലേക്ക് മാറുന്നുണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഡോളർ നല്ല സ്ട്രെങ്ത് കൂടിയതുകൊണ്ട് തന്നെയാണ്, അതൊരു കാരണമാണ്. സോ എനിവേ, കോർപ്പറേറ്റ് റിസൾട്ടുകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇൻഫ്ലേഷൻ അടുത്ത മാസം ഈ ഒരു നവംബറിലേക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് അടുത്ത മാസം അറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് മാർക്കറ്റിന്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. സോ നമുക്കൊരു ടെമ്പററി ഇവിടെ നിന്നും ഒരു ബുള്ളിഷ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഒരു 24,500 വരെയെങ്കിലും ഈ ഒരു മന്ത് എൻഡിലേക്ക് ക്ലോസ് ആവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. സോ അത് മാത്രമല്ല, മാർക്കറ്റ് ഇപ്പോ റിവേഴ്സ് ആയ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ
നല്ലൊരു ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് അതുപോലെ 200 EMA അങ്ങനെയുള്ള നല്ലൊരു ഒരു ഒരു സപ്പോർട്ട് എന്നാണ് ഇപ്പൊ റിവേഴ്സൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ ഇത് വീക്ക്ലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഈ ഒരു 2 മാസത്തിന് ശേഷം ഒരു നല്ലൊരു സ്ട്രോങ് വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നുണ്ട്. കമ്പയർ ടു അതർ കഴിഞ്ഞ ഒരു 5 ആഴ്ച നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ക്യാൻഡിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു കുറച്ചൊക്കെ സ്ട്രെങ്ത് ഉള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട് നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും. എനിവേ നമ്മൾ അടുത്ത വീക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു 24,500 വരെയെങ്കിലും മാർക്കറ്റ് ഒരു റിവേഴ്സ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ വീക്കിലേക്ക്. നമുക്ക് അതാണ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം. എനിവേ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ FIA സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വീക്കിൽ 11,400 crore സെല്ലിംഗ് ആണ് FIA നടത്തിയത്. DI വാങ്ങിയത് 11,036 crore വാങ്ങിയിട്ടുണ്ട്. സെക്ടേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ IT സെക്ടറാണ് ഏറ്റവും അപ്പായിട്ട് ഇപ്പം 2.2% കഴിഞ്ഞ വീക്കിൽ അപ്പായിട്ടുണ്ട്. അതുകൂടാതെ IT സെക്ടറാണ് ഇപ്പൊ ഏറ്റവും ഓൾ ടൈം ഹൈയിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അതായത് നിഫ്റ്റി ഇപ്പം ഒരു ലോയിൽ കിടക്കുമ്പോൾ അതിന്റെ തന്നെ ഒരു ഭാഗമായ IT സെക്ടർ ഏറ്റവും അപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ മാർക്കറ്റിൽ ഈ ഒരു റിവേഴ്സൽ, അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സൽ തരികയെന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടിയാൽ നിങ്ങൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ IT സെക്ടറിലുള്ള കമ്പനീസുകളെ ഫോക്കസ് ചെയ്യുക. കാരണം അത് മാർക്കറ്റ് വീണിട്ടും നല്ല സ്ട്രെങ്തോടെ നിന്ന ഒരു സെക്ടറാണ് IT സെക്ടർ. സോ മാർക്കറ്റ് റിക്കവറി ആണെങ്കിൽ അതും നല്ല രീതിയിൽ റിക്കവറി ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രധാനമായിട്ടും US ട്രംപിന്റെ ഒരു വിജയം IT സെക്ടറിലെ ഒരു ഇതാവാൻ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ IT സെക്ടർ ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ ഫാർമ സെക്ടറും 0.97 അപ്പായതാണ് കഴിഞ്ഞ വീക്കിൽ. അതുപോലെ ഓട്ടോ സെക്ഷനും റിക്കവറി ആവുന്നുണ്ട്. FMCGയും റിക്കവറി ആയിട്ടുണ്ട്. 2% FMCG 2% അപ്പായിട്ടുണ്ട്. സോ കഴിഞ്ഞ വീക്കിൽ ഡൗൺ ആയത് എനർജി സെക്ടറും PSU ബാങ്കും മെറ്റൽ സെക്ഷനാണ്. ബാക്കിയൊക്കെ നല്ലൊരു അപ്സൈഡിലേക്കാണ് പോയിട്ടുള്ളത്. എനിവേ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും മാർക്കറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ചാർട്ടും കൂടി നോക്കാം അടുത്ത വീക്കിലേക്ക്. സോ വെൽക്കം ടു വീക്ക്ലി അനാലിസിസ് വീഡിയോ. ഓക്കെ ട്രേഡേഴ്സ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. സോ നമുക്ക് ഫസ്റ്റ് നോക്കാം എന്തൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചാർട്ട് വഴി കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് ഈ ഒരു ട്രെൻഡ് ലൈൻ ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തു. ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് നല്ലൊരു റിവേഴ്സൽ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു റിവേഴ്സൽ തന്നിട്ടുണ്ട്. വീണ്ടും ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് തന്നെ മാർക്കറ്റ് വന്നു. വീണ്ടും നല്ലൊരു റിവേഴ്സൽ തന്നു. വീണ്ടും ആ ഒരു ഇലക്ഷൻ റിസൾട്ടിന്റെ ആ സമയത്ത് ഉണ്ടായ ഒരു ലോ ആണിത്. അവിടെ നിന്ന് നല്ലൊരു റിക്കവറി തന്നിട്ട് വീണ്ടും ഈ ട്രെൻഡ് ലൈനിലേക്ക് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ലാസ്റ്റ് വീക്കിൽ ഒരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇതൊരു പോസിറ്റീവാണ്. അതുകൂടാതെ ഇവിടെ ഈ ഒരു ലെവൽസിൽ നല്ലൊരു സപ്പോർട്ടും കൂടിയിട്ടുണ്ട്. അതായത് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സിൽ തന്ന ഒരു പോയിന്റ് കൂടിയാണ് ഇത്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ആ ഒരു പോയിന്റ് ആണ്. ട്രെൻഡ് ലൈനും സപ്പോർട്ട് ഉണ്ട്, അതുപോലുള്ള ഒരു സപ്പോർട്ടും കൂടി, രണ്ട് സപ്പോർട്ട് ഇവിടെ ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതുകൂടാതെ 200 EMA എന്നുള്ള നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ തന്നെയാണ് 200 EMAയും വരുന്നത്. സോ നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മാർക്കറ്റ് ഉള്ളത്. അവിടെ തന്നെയാണ് ഇപ്പോൾ റിവേഴ്സ് ആയിട്ട് മാർക്കറ്റ് റിക്കവർ ആവാൻ ശ്രമിക്കുന്നത്. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വീക്ക്ലി ക്യാൻഡിൽ കൂടി നമ്മൾ ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വീക്ക് ഈ ഒരു സെല്ലിങ് തുടങ്ങിയത് പിന്നെ നമുക്ക് എല്ലാ വീക്കിലും ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും ഇതിന്റെ ഇടയ്ക്ക് ക്രിയേറ്റ് ആയിട്ടുള്ള. സോ ആദ്യമായിട്ടാണ് സപ്പോർട്ട് ഏരിയയിൽ തന്നെ നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ പറഞ്ഞതുപോലെ ഇലക്ഷന്റെ റിസൾട്ട് ഗവൺമെന്റിനെയും മാർക്കറ്റിനെയും പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് നെഗറ്റീവായിട്ട് കാണാൻ പറ്റുന്ന കാര്യം FIA സെല്ലിംഗ് ആണ്. അതുപോലെ യുക്രൈൻ റഷ്യ പ്രശ്നങ്ങൾ, അതൊക്കെ എനിവേ ഈ ഒരു മാർക്കറ്റ് റിക്കവറി ആവുകയാണെങ്കിൽ
FIA കൂടി നമ്മുടെ ബൈങ്ങിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ഈ മന്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഓൾമോസ്റ്റ് ഇവിടെ വരെ ഈ ഒരു മന്ത് എൻ്റെ ആകുമ്പോക്ക് അല്ലെങ്കിൽ ഈ വീക്കെൻഡ് ആണ് ഇപ്പൊ 23 ആയി, ഒരു വീക്കും കൂടെ ഉള്ളൂ. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത് ഒരു മാർക്കറ്റ് ഒരു 24,500 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ വീക്കിലേക്കുള്ള ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് അതെടുക്കാം. മാർക്കറ്റ് ഇതിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു അപ്പ് മൂവ്മെന്റ് തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീക്കിൽ നമുക്ക് ടാർഗറ്റ് ആയിട്ട് 24,500 വരെ മാർക്കറ്റ് റിക്കവറി ആവാനുള്ള ഒരു പോസിബിലിറ്റിയാണ് കാണുന്നത്. സോ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരുപാട് ശേഷം, അതായത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി കുറേ ആയിട്ട് ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് നല്ലൊരു സെല്ലിങ് തന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സൽ കാണിച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കൂടെ തന്നെ ബാങ്ക് നിഫ്റ്റിയും റിക്കവറി ആവാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ബാങ്ക് നിഫ്റ്റി റിക്കവറി കൂടി ആവുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ആയിരുന്നു അത്ര വലിയ ഒരു സെല്ലിംഗ് ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. കാരണം ഒരു നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയാണ് ഏറ്റവും കൂടുതൽ വീണിട്ടുള്ളത്, പക്ഷെ ബാങ്ക് നിഫ്റ്റി ഇത്രയും വീണിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റി റിക്കവറി ആവുകയാണ് പെട്ടെന്ന് തന്നെ ഓൾ ടൈം ഹൈയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിഫ്റ്റിക്ക് കൂടി ഒരു എനർജി കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെയും വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഡെയിലി ക്യാൻഡിൽ കൂടി നമുക്ക് നോക്കാം. സോ ഞാൻ പറഞ്ഞതുപോലെ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ സോ കഴിഞ്ഞ ഫ്രൈഡേ ഉണ്ടാക്കിയ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു 5 ഡേയ്സിലെ നെഗറ്റീവ് ആയിട്ടുള്ള ക്യാൻഡിലിനെ മൊത്തം എൻഗൾഫ് ചെയ്തിട്ടാണ് നിഫ്റ്റിയിൽ ഫ്രൈഡേ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി. ഇവിടെ കാണാൻ പറ്റും ഈ ഒരു 5 ട്രേഡിംഗ് സെക്ഷനെ മൊത്തം ഒറ്റ ക്യാൻഡിൽ കൊണ്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു ക്യാൻഡിൽ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യാൻഡിൽ കൂടി നമുക്ക് ഈ ഒരു ലെവൽ, അതായത് ഒരു ദിവസം കൊണ്ടല്ല ഒരു വീക്ക് കൊണ്ട് മാർക്കറ്റ് ഇവിടെ വരെ വരാനുള്ള പോസിബിലിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ. കാരണം അങ്ങനെ ഒരു പോസിറ്റീവ്നെസ് മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ അതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവല്. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും മാർക്കറ്റ് എത്ര ഇവിടെ നിന്ന് ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്തപ്പോഴൊക്കെ മാർക്കറ്റ് നല്ലൊരു റിവേഴ്സൽ തന്നിട്ടുണ്ട്. സോ അതൊക്കെ ഒരു ഇവിടെ ഈ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ ഇവിടെ ഒരു സപ്പോർട്ട് ലൈനും ഒരേ സമയം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് എക്സാക്ട്ലി ആ ഒരു ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുന്നത്. സോ ഇതൊക്കെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ സോ ബാങ്ക് നിഫ്റ്റിയും നല്ലൊരു 200 EMA നല്ലൊരു അതായത് ഒരു ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിട്ട് റിവേഴ്സ് ആവുന്നതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് 52,000 ആയിരിക്കും. ആ ഒരു ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള പോസിബിലിറ്റി നമുക്ക് ഈ വീക്കിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഹൈയിലേക്ക് റിട്ടേൺ വരാനുള്ള പോസിബിലിറ്റി, അതായത് ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ച് കയറും എന്നുള്ള പോസിബിലിറ്റിയാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ പറ്റുന്നത്. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എനിവേ നമുക്ക് നാളെ ഒരു വീഡിയോ കൂടി നമുക്ക് മൺഡേയിലേക്കുള്ള ട്രേഡ് പ്ലാനൊക്കെ നാളത്തെ വീഡിയോയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.